ഹായ് ഓൾ, വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ INC എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885 ഡിസംബർ 28. അപ്പോൾ വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. INC രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. ഓക്കെ. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തിരിക്കണം. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ് INCയുടെ ആദ്യ സമ്മേളനം നടന്നത്. അപ്പോൾ എവിടെയാണ്? ബോംബെയിലാണ് നടന്നത്. നടന്ന സ്ഥലം എവിടെയാണ്? തേജ്പാൽ സംസ്കൃത കോളേജ്. ഓക്കെ. ആദ്യ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. അപ്പോൾ 72 പേരാണ് INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. എവിടെ വെച്ചായിരുന്നു നടന്നിരുന്നത്? ബോംബെയിലായിരുന്നു. തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടായിരുന്നു INCയുടെ ആദ്യ സമ്മേളനം നടന്നത്. രൂപീകൃതമായ വർഷം ഏതാണ്? 1885 ഡിസംബർ 28 INC രൂപീകൃതമായത്. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി. അപ്പോൾ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജി. അപ്പോൾ നമുക്കറിയാം INC വരുമ്പോൾ INC സമ്മേളനങ്ങൾക്കെല്ലാം എന്താണ്? ഓരോ അധ്യക്ഷനുണ്ട്. അപ്പോൾ ആദ്യ സമ്മേളനം 1885 രൂപീകൃതമായി. ആദ്യ സമ്മേളനം നടന്ന എവിടെയാണ്? ബോംബെയിലാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ബോംബെയിലെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, ആദ്യ സെക്രട്ടറി എന്ന് പറയുന്ന ആരാണ്? AO ഹ്യൂം ആണ് കേട്ടോ. HUME, AO ഹ്യൂം എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പം നോക്കിയേ, അപ്പോൾ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ആദ്യ സെക്രട്ടറി, ഈ 2 നിലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞത്? AO ഹ്യൂം. അദ്ദേഹം എന്താണ്? ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു അല്ലെ, ഒരു ഇന്ത്യക്കാരനായിരുന്നില്ല. AO ഹ്യൂം ആണ് എന്ത്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനും ആദ്യ സെക്രട്ടറിയും ആരായിരുന്നു? AO ഹ്യൂം ആണ്. എന്നാൽ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജിയാണ് ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യ സമ്മേളനം നടന്ന എവിടെയാണ്? ബോംബെയിലാണ്. തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടായിരുന്നു ആദ്യ സമ്മേളനം നടന്നത്. എന്നാൽ ആദ്യമായിട്ട് തീരുമാനം എടുത്തത് എവിടെ വെച്ച് നടത്താനായിരുന്നു? പൂനെയിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനം എടുത്തിരുന്നത്. പിന്നെ എന്താണ് ആ സ്ഥലം മാറിയതിൻ്റെ കാരണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധിയാണ് പ്ലേഗ്. അപ്പോൾ ആ ഒരു സമയത്താണ് പ്ലേഗ് പടർന്നു പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? പൂനെ എന്നുള്ള ഒരു സ്ഥലം മാറ്റിയിട്ട് എങ്ങോട്ടേക്ക് മാറ്റി? ബോംബെയിലേക്ക്. ഈ ഒരു എന്താണ് വേദി എവിടേക്ക് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. അപ്പോൾ ആദ്യം തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയാണ്. പിന്നെ ഈ പ്ലേഗ് ഒരു പകർച്ചവ്യാധിയാണ്. ഈ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടത് കാരണം എവിടേക്ക് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. ആ സ്ഥലവും കൂടി ഒന്ന് ഓർത്തിരിക്കുക, തേജ്പാൽ സംസ്കൃത കോളേജ്. ഓക്കെ. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. അപ്പം INCയുടെ ടോട്ടൽ 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ 72-ൽ ഒരാളായിരുന്നു മലയാളിയായിട്ടുണ്ടായിരുന്നത്. ആ മലയാളിയുടെ പേരാണ് ബാരിസ്റ്റർ GP പിള്ള. നമുക്കറിയാം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവനന്തപുരത്തുകാർക്ക് എന്ന ആ ഒരു ആശയം മുന്നോട്ടേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. ബാരിസ്റ്റർ GP പിള്ളയാണ് INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പം കുറേ ലക്ഷ്യങ്ങളുമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക. അപ്പം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടിപിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണ് ആ ഒരു സമയത്ത് ഇന്ത്യയിൽ എന്താണ് പല ഭാഗത്തായിട്ടായിരുന്നു നേതാക്കൾ, ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്നിട്ടാണ് എന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നത്. അപ്പോൾ ഇവരെ എല്ലാവരും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടെയായിരുന്നു INC സ്ഥാപിച്ചത്.
ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക. അപ്പോൾ എന്താണ്, ഓരോരുത്തരും ഓരോ ജാതിക്ക് വേണ്ടി അല്ലെ മതത്തിന് വേണ്ടി പ്രാദേശികമായിട്ട് അങ്ങനെ ഒരു ഇതല്ലാതെ ദേശീയബോധം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ദേശീയബോധം ആൾക്കാരുടെ ഇടയിൽ വളർത്തിയെടുക്കുക എന്നതായിരുന്നു. അപ്പോൾ പല സ്ഥലത്ത് നിന്ന് പല ആൾക്കാരെ യുദ്ധം ചെയ്തിരുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തിരുന്നു. പക്ഷേ ഇവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അതേപോലെ ഒരു ദേശീയബോധം വളർത്തിയെടുക്കുകയും വേണമായിരുന്നു. ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു സംഘടന അല്ലെ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മളിവിടെ അനുഭവിക്കുന്ന ഓരോ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അതായത് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളായിരുന്നു. ദേശീയ പ്രസ്ഥാനം. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രസ്ഥാനങ്ങളുണ്ട്, നമ്മളിനി അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ അറിയപ്പെടുന്നത് ദേശീയ പ്രസ്ഥാനം എന്നാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ഒരു INC രൂപീകരിച്ചതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യക്കാർ ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു സംഘടനയുടെ പിൻബലം അവർക്കുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നൊരു തീരുമാനം വന്നു. അപ്പോൾ അങ്ങനെ വേറെ കുറേ സംഘടനകൾ വന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ രൂപം കൊണ്ട ഈ INCയുടെ ബാനറിൽ രൂപം കൊണ്ട മറ്റ് സംഘടനകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദേശീയ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത്. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കുന്നു. അപ്പോൾ പലരും സമരം ചെയ്യുന്ന പല രീതിയിലാണ്. അപ്പോൾ ഈ സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്തിരിക്കണം. ഏതാണ്? ഒന്നാമത്തേതെന്ന് പറയുന്നത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ഏതാണ്? മിതവാദ ദേശീയത. 2 തീവ്ര ദേശീയതയുടെ കാലഘട്ടം. 3 എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിയൻ കാലഘട്ടം. അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം, അതേപോലെ തന്നെ എന്താണ്? ഗാന്ധിയൻ കാലഘട്ടം. ഇങ്ങനെ 3ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. അതിൽ മിതവാദ ദേശീയത അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടെ ആയിരുന്നു. അപ്പോൾ 1885 INC സ്റ്റാർട്ട് ചെയ്തത് മുതൽ 1905 വരെ എന്താണ്? മിതവാദ ദേശീയതയുടെ കാലഘട്ടം. 1905 എന്ന് പറയുന്നത് ബംഗാൾ വിഭജനം വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അപ്പോൾ ഈ മിതവാദ ദേശീയത, അപ്പം മിതവാദികൾ എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ഇതിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാലഘട്ടം ഓർത്തിരിക്കണം, 1885 മുതൽ 1905, അതായത് INC സ്റ്റാർട്ട് ചെയ്തത് മുതൽ ബംഗാൾ വിഭജനം വരെയുള്ള ഒരു സമയമാണ് മിതവാദ ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ഇവരുടെ നേതാക്കൾ എന്ന് പറയുന്നത്. പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത, അല്ലേ? അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. തിയാബ്ജി എന്നാണ് കേട്ടോ, തായാണേ. അപ്പോൾ മിതവാദ ദേശീയതയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, അതേപോലെ തന്നെ ഫിറോസ് ഷാ മേത്ത. ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. ബംഗാൾ വിഭജനം 1905 ജൂലൈ 20. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബംഗാൾ വിഭജനം. അപ്പം നമ്മളത് ഇതുകൂടി അതിൻ്റെ കൂടെ പഠിച്ചു പോകാം. ഓക്കെ, വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ ആരാണ്? കഴ്സൺ പ്രഭുവാണ്, വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. അപ്പോൾ ഈ ഒരു വിഭജനം നിലവിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 തീയതിയാണ് ബംഗാൾ വിഭജിച്ച ആ ഒരു നിയമം നിലവിൽ വന്നത്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ ഈ ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ്സുകാർ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. എന്താണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് എന്താണ്? വിദേശീയരുടെ എന്ത് സാധനങ്ങളുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറയും, ബഹിഷ്കരിച്ചുകൊണ്ടാണ് സ്വദേശി പ്രസ്ഥാനം മുന്നോട്ടേക്ക് വന്നത്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. അപ്പോൾ 1905 ബംഗാൾ വിഭജിച്ചു, 1911 എന്താണ്? ആ ഒരു വിഭജനം റദ്ദാക്കി.
വൈസ്രോയി ഹാർഡിംഗ് പ്രഭു സെക്കൻഡ്. അപ്പം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. അത് ഹാർഡിഞ്ച് രണ്ടാമനാണ് എന്ത് ചെയ്തത്? ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി എന്ന് പറഞ്ഞാൽ കഴ്സനാണ്, അത് റദ്ദാക്കിയതോ ഹാർഡിഞ്ച് രണ്ടാമനാണ്. അപ്പോൾ ആ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക. ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905, അത് റദ്ദാക്കിയ വർഷം 1911. ഓക്കെ. ബംഗാൾ വിഭജനത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചത് എങ്ങനെയെല്ലാമാണ്? അപ്പോൾ ബംഗാൾ വിഭജിച്ചു, അതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഏതൊക്കെ തരത്തിലാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, ഒരുപാട് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. നമ്മൾ പറഞ്ഞു സ്വദേശി പ്രസ്ഥാനം വന്നപ്പോൾ എന്താണ്? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പം വിദേശ വസ്തുക്കൾ വിൽക്കുന്ന എല്ലാ കടകളും അവരെന്ത് ചെയ്തു? ഉപരോധിച്ചു. വിദേശ വസ്തുക്കൾ തീയിട്ട് നശിപ്പിച്ചു. അപ്പോൾ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം തീയിട്ട്, ഇപ്പോൾ തുണികളൊക്കെ ആണെങ്കിൽ തീയിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന വസ്തുക്കളെല്ലാം തീയിട്ട് തന്നെ നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. അപ്പോൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്വദേശ വസ്തുക്കൾ എന്ത് ചെയ്തു? ഉപയോഗിക്കാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. അപ്പോൾ ഇംഗ്ലീഷുകാർക്കെതിരെ എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം വേണം, അതിനെന്താണ് നമ്മൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരിൽ വളർത്താനായിട്ട് ഒരുപാട് യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇനി തീവ്ര ദേശീയത, നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏതാണ്? മിതവാദ ദേശീയതയായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി അടുത്ത എന്താണ്? തീവ്ര ദേശീയതയിലേക്ക് പോവുകയാണ്. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നയിച്ചു. അപ്പം ബംഗാൾ വിഭജനം 1905 വരെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മിതവാദ ദേശീയത എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബംഗാൾ വിഭജനത്തിന് ശേഷം എന്താണ്? ആ ഒരു കാലഘട്ടം അങ്ങ് മാറി. ആ മിതവാദം എന്നുള്ളത് എങ്ങോട്ടേക്ക് മാറി? ഒരു തീവ്രവാദ ദേശീയതയിലേക്ക് മാറി. ഈ കാലഘട്ടം അറിയപ്പെടുന്നത് തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം. അപ്പോൾ 1905 മുതൽ അറിയപ്പെടുന്ന ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മിതവാദ ദേശീയതയിൽ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത അവരൊക്കെയായിരുന്നു അതിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത്. എന്നാൽ തീവ്രവാദ ദേശീയതയായപ്പോൾ നേതാക്കൾ ആരൊക്കെയായി? ബാലഗംഗാധര തിലക്, പിന്നെ അതേപോലെ തന്നെ ആരാണ്? ബിപിൻ ചന്ദ്രപാൽ, അതേപോലെ ലാലാ ലജ്പത് റായ്. ഇവരെ 3 പേരെയും കൂടെ അറിയപ്പെടുന്നത് ലാൽ ബാൽ പാൽ എന്നാണ് കേട്ടോ. ലാൽ ബാൽ പാൽ, ഇങ്ങനെയാണ് ഇവരെ 3 പേരെ അറിയപ്പെടുന്നത്. ബാലഗംഗാധര തിലക് ബാൽ, ബിപിൻ ചന്ദ്രപാൽ പാൽ, ലാലാ ലജ്പത് റായ്ക്ക് ലാൽ എന്നും അറിയപ്പെടും. അപ്പം ലാൽ ബാൽ പാൽ ഇവരെ എങ്ങനെയാണ്? തീവ്രവാദ ദേശീയതയുടെ എന്താണ് ആരൊക്കെയായിരുന്നു? ലാൽ ബാൽ പാൽ ആയിരുന്നു. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, അതേപോലെ തന്നെ ആരാണ്? പിന്നെ ഒരാൾ ബാലഗംഗാധര തിലകായിരുന്നു. ഓക്കെ. തീവ്ര ദേശീയവാദികളായി അവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്നു. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയവാദിയുടെ മുഖ്യ വക്താവാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നു. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് മറാത്ത, കേസരി. അപ്പോൾ ഈ തീവ്രവാദ ദേശീയതയുടെ മുഖ്യ വക്താവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകാണ് കേട്ടോ. ബാലഗംഗാധര തിലകാണ് ഈ തീവ്രവാദ ദേശീയതയുടെ മുഖ്യ വക്താവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ എങ്ങനെയും അറിയപ്പെടുന്നുണ്ട്? ലോകമാന്യ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ലോകമാന്യ ബാലഗംഗാധര തിലക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ് ലോകമാന്യ എന്ന് പറയുന്നത്. അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങളാണ് മറാത്ത, കേസരി. ഈ 2 പത്രങ്ങളുടെയും പേര് ഓർത്തിരിക്കുക. ലോകമാന്യ ബാലഗംഗാധര തിലക് ആരംഭിച്ച 2 പത്രങ്ങളുടെ പേരാണ് മറാത്ത, കേസരി. അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ് ലോകമാന്യ എന്ന് പറയുന്നത്. തീവ്രവാദ നേതാക്കളിൽ ഏറ്റവും പ്രമുഖൻ എന്ന് പറയുന്നത് ആരാണ്? ബാലഗംഗാധര തിലകായിരുന്നു. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ വരികളും ആരുടെ തന്നെയാണ്? ബാലഗംഗാധര തിലകിൻ്റെയാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറയുന്നത് അല്ലേ? ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന് പറയും. അപ്പം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന വരികളും ആരുടെ തന്നെയാണ്? ബാലഗംഗാധര തിലകിൻ്റെ തന്നെ ആണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഘടനയാണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയും.
ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. അപ്പോൾ 1905 ആ ഒരു കാലഘട്ടത്തിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു സംഘടന ഇന്ത്യയിൽ രൂപം കൊണ്ടത്. രൂപം കൊണ്ട വർഷം 1906, സ്ഥലം ധാക്ക. അപ്പം എന്താണ്, അപ്പം അത് രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗ്ലാദേശിലെ, ഇന്ന് ബംഗ്ലാദേശിലുള്ള ധാക്ക എന്ന് പറയുന്നത്. അത് പണ്ട് എന്തായിരുന്നു? ബംഗാളിൻ്റെ ഭാഗമായിരുന്നു അല്ലേ. അപ്പോൾ ധാക്കയിലാണ് 1906 ഈ ഒരു സംഘടന രൂപീകരിച്ചത്. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയവർ ആഗാ ഖാൻ, നവാബ് സലീമുള്ള ഖാൻ. അപ്പോൾ ഈ ഒരു സംഘടന, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കാൻ മുൻകൈ എടുത്ത 2 വ്യക്തികളാണ് ആഗാ ഖാൻ, അതേപോലെ തന്നെ നവാബ് സലീമുള്ള ഖാൻ. ആ 2 പേരുകൾ ഓർത്തിരിക്കുക, ആഗാ ഖാൻ, നവാബ് സലീമുള്ള ഖാൻ. പിന്നെ ഇത് രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. വർഷം 1906. ഓക്കെ, നമ്മൾ ആദ്യം ബംഗാൾ വിഭജനം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം രൂപം കൊണ്ടൊരു സംഘടനയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അത് രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയിൽ. 1906 ഈ ഒരു സംഘടന രൂപീകരിച്ചത്. ആ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ സംഘടന രൂപീകരിക്കാൻ കാരണക്കാരായ ആൾക്കാർ ആരൊക്കെയായിരുന്നു? ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ആയിരുന്നു. ഓക്കെ, സൂററ്റ് പിളർപ്പ്. ഇനി അടുത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് സൂററ്റ് പിളർപ്പ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും 2ആയി പിളർന്ന കോൺഗ്രസ് സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം. അപ്പം നമ്മൾ പറഞ്ഞു, കാലഘട്ടത്തെ 2-3 തിരിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും എന്താണ്? കോൺഗ്രസ് നേതാക്കളാണ്. പക്ഷേ എന്താണ്? ഓരോരുത്തരുടെയും ആശയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സൂററ്റ് സമ്മേളനത്തിലാണ് എന്ത് സംഭവിച്ചത്? കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും, മിതവാദികൾ എന്ന് പറയുമ്പോൾ അവരെന്താണ്? വലിയ എല്ലാ കാര്യങ്ങളും സമരത്തിലൂടെ നേടിയെടുക്കുക, അല്ലെങ്കിൽ എന്നെല്ലാം എന്താണ് വളരെ എന്താ പറയുന്നതിനിപ്പം വലിയ യുദ്ധത്തിനോ കാര്യത്തിനോ ഒന്നും പോകാതെ സമാധാനത്തിലൂടെ നേടിയെടുക്കാമെന്നുള്ള ചിന്താഗതിക്കാരായിരുന്നു മിതവാദികൾ. എന്നാൽ തീവ്രവാദികൾ അങ്ങനെയല്ല, അടിക്കടി തല്ലിന് തല്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരായിരുന്നു ആര്? തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ. അപ്പം ഇവർ 2 പേരും, തീവ്രവാദികളെന്നും മിതവാദികളെന്നും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഒരു സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത്? സൂററ്റ് സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907. അപ്പോൾ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം ഏതാണ്? 1907. 6 എന്തായിരുന്നു? 1905 ബംഗാൾ വിഭജനം, 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു, 1907 സൂററ്റ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സൂററ്റ് പിളർപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നടന്നത്. സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. അപ്പം ആ ഒരു സൂററ്റ് പിളർപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു കേട്ടോ. ആ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക, റാഷ് ബിഹാരി ഘോഷ്. തീവ്രവാദി വിഭാഗത്തിന്റെ ആവശ്യങ്ങളായ സ്വരാജ്യം, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കൽ എന്നിവ മിതവാദികൾ അംഗീകരിച്ചില്ല. ഇത് പിളർപ്പിലേക്ക് വഴിവെച്ചു. അപ്പൊ എന്താണ് ഈ മിതവാദികളും തീവ്രവാദികളും പിരിയാനുള്ള കാരണം? തീവ്രവാദികൾക്ക് കുറച്ച് അജണ്ടകൾ ഉണ്ടായിരുന്നു. അവരെന്തൊക്കെ പറഞ്ഞിരുന്നു? സ്വരാജ്യം, നമുക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം, അതേപോലെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണം. ഇങ്ങനെ 1-2 കാര്യങ്ങൾ ആര് പറഞ്ഞിരുന്നു? തീവ്രവാദികൾ പറഞ്ഞിരുന്നു. എന്നാൽ മിതവാദികളായ നേതാക്കൾ ഇത് അംഗീകരിച്ചില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ സൂററ്റ് സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ കോൺഗ്രസ് 2ആയിട്ട് പിരിയുന്നത്, മിതവാദികളെന്നും തീവ്രവാദികളെന്നും. ആ സമയത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു റാഷ് ബിഹാരി ഘോഷ് എന്ന് പറയുന്നത്. ഓക്കെ, തീവ്രവാദി വിഭാഗത്തിന്റെ ആവശ്യങ്ങളായ, അത് നമ്മൾ പറഞ്ഞതാണ്, തീവ്രവാദി വിഭാഗത്തിന്റെ ആവശ്യങ്ങളായ സ്വരാജ്യം, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കൽ എന്നിവ മിതവാദികൾ അംഗീകരിച്ചില്ല. ഇത് പിളർപ്പിലേക്ക് വഴിവെച്ചു. ഇനി ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ, അതും എന്താണെന്ന് നമുക്ക് നോക്കാം. 1-ാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയം ഭരണം നൽകുമെന്ന പ്രതീക്ഷയിൽ യുദ്ധത്തിൽ ബ്രിട്ടനെ കോൺഗ്രസ് പിന്തുണച്ചു. അപ്പോൾ നമ്മൾ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ എന്താണ്? 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടനൊക്കെ 1-ാം ലോകത്തിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യ ബ്രിട്ടനെയാണ് പിന്തുണച്ചത്. എന്തിനു വേണ്ടിയിട്ട്? യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നൊരു വിശ്വാസത്തിൽ കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷിനെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബെസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. അപ്പം കോൺഗ്രസ്സുകാർ മുഴുവൻ എന്താണ്? യുദ്ധത്തിൽ പങ്കെടുക്കാതെ അതിൻ്റെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ത്യയെ പിടിച്ചു നിർത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആ ഹോം റൂൾ മൂവ്മെന്റിന്റെ നേതാക്കളായിട്ട് അറിയപ്പെടുന്ന ആരെയൊക്കെയാണ്? ബാലഗംഗാധര തിലകും അതേപോലെ ആനി ബെസന്റ്. അവർ ഐറിഷ് വനിതയാണ്. അപ്പം ഇന്ത്യക്കാരിയല്ല, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായ ഒരു ഐറിഷ് വനിതയാണ് ആനി ബെസന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവർ 2 പേരും കൂടി ചേർന്ന് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബെസന്റ്. ഐറിസ് അല്ല, ഐറിഷ് ആണ്. ഐറിഷ് വനിതയാണ് ആനി ബെസന്റ് എന്ന് പറഞ്ഞ
ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. അപ്പോൾ 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു. അതിന് 10 വർഷത്തിന് ശേഷം 1916 എന്ത് സംഭവിച്ചത്? ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരെന്ന് പറയുന്ന ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകും അതേപോലെ തന്നെ ആനി ബെസന്റും കൂടി ചേർന്നിട്ടാണ് ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചത്. ഇനി അടുത്ത ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്നത്. അപ്പോൾ ഈ ഹോം റൂൾ മൂവ്മെന്റ് അതിന്റെ ആ ശക്തി ആർജിച്ച് നിൽക്കുന്ന സമയത്താണ് 1916 ഈ ഒരു സംഘടന സ്ഥാപിക്കുന്നത്. ആ വർഷം തന്നെയാണ് ഈ INCയുടെ ഏത് സമ്മേളനം നടക്കുന്നത്? ലക്നൗ സമ്മേളനം നടക്കുന്നത്. സൂററ്റ് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. അപ്പോൾ 1907 എന്ത് സംഭവിച്ചു? സൂററ്റ് സ്പ്ലിറ്റ് നടന്നു. സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിലെ തീവ്രവാദികളും മിതവാദികളും അങ്ങനെ അവർ രണ്ടായിട്ട് തിരിഞ്ഞു. എന്നാൽ 1916 ലക്നൗ സമ്മേളനത്തിൽ അവർ വീണ്ടും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഏത് സമ്മേളനത്തിൽ? ലക്നൗ സമ്മേളനത്തിൽ. അപ്പോൾ ഓർത്തിരിക്കുക, സൂററ്റ് സമ്മേളനത്തിൽ എന്താണ്? മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്ന് രണ്ടായിട്ട് തിരിഞ്ഞു. അത് ഏത് വർഷം? 1907 എന്നാൽ 1916 ലക്നൗ സമ്മേളനത്തിൽ ഇവർ യോജിച്ച്, അതായത് മിതവാദികളും ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ AC മജുംദാർ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കണം. ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? AC മജുംദാർ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് INCയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ INC സ്ഥാപിച്ചത് മുതൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മൂവ്മെന്റ്സ്, ആൾക്കാർ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏതാണ്? മിതവാദികളും ദേശീയവാദികളും അതിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ പോയി നന്നായിട്ട് വായിച്ചു നോക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്